അടിച്ചുപൊളി ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ സത്യം പറഞ്ഞാൽ ഇനി നോക്കുന്നത് അടിച്ചു പൊളിക്കണ്ടേ? കുറച്ച് പൈസ ഉണ്ടാക്കുന്നു, നമ്മൾ ബാങ്കിൽ കൊണ്ടിടുന്നു, അത് വളരുന്നുണ്ടോ നോക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണോ വേണ്ടേ? പൈസ എടുക്കുക, നമുക്ക് അടിച്ചു പൊളിക്കണം. മനസ്സിലായോ? പൈസ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു കടലാസ് എന്ന് മാത്രമേ ഉള്ളൂ. അത് ഡോളറാകട്ടെ രൂപ ആകട്ടെ എന്നാണ്, ശരിയല്ലേ? ഗവൺമെൻറ് അടിച്ചിറക്കാൻ കുറച്ച് കടലാസുകൾ അതെപ്പം വേണം അവർക്ക് പിൻവലിക്കാം. നാട്ടിൽ നോട്ട് പിൻവലിച്ച് കണ്ടില്ലേ? അപ്പം നിന്റെ ഇരിക്കുന്ന പൈസ മൊത്തം നമുക്ക് അടിച്ചു പൊളിച്ചേക്കാം. അതുകൊണ്ട് എങ്ങനെയുണ്ട്? ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കുന്നുണ്ടേ. എന്തിനും എന്നാ പരിപാടി ഇന്ന്? ഇന്ന് നമ്മൾ മയാമി സീക്കോറിയത്തിൽ പോകണം. ഇന്നിവിടെ ഞായറാഴ്ച ദിവസമാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ജോലി കഴിഞ്ഞ് വന്നതാണ്. പക്ഷെ നമ്മളിപ്പം മയാമി സീക്കോറിയത്തിൽ പോകണം. ഞാൻ ഓൾറെഡി കള്ളി ഇതൊരു ഇത് ഈ മാനസിക കണ്ടപ്പോൾ മാനത്ത് കണ്ടെന്ന് പറഞ്ഞാലോ ടിക്കറ്റ് എടുത്തോളാം. അപ്പം അതേ എത്ര രൂപയായി? $94 കേട്ടോ. നമുക്ക് $50 ടിക്കറ്റ് ആയിരുന്നു കേട്ടോ. ഏകദേശം ഹാഫ് പ്രൈസിന് കിട്ടി നമുക്ക് മയാമി സീക്കോറിയ എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പം നിങ്ങൾക്ക് കാണാം, അടിപൊളി. ഇതിൻ്റെ തലക്കകത്തുമ്പോൾ ഈ തല വെളി കാണിക്കില്ല കേട്ടോ. തലയിൽ നാട്ടിൽ അരി കിട്ടുന്ന ചാക്കില്ലേ, അത് മേടിച്ച് നനച്ച് തലയിടണം, തല വെലി വിളിക്കല്ലോ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ നേരെ മയാമി സീക്കോറിയത്തിൽ വിടാം. അപ്പോൾ റെഡിയാവും. ഓക്കെ, അപ്പോൾ നമ്മൾ യാത്ര പോകാൻ തീരുമാനിച്ചു. കൃഷ്ണേ എടാ ഇത് മാസ്ക് എല്ലാം എടുത്ത് കളഞ്ഞു. വണ്ടിയുടെ ടയറും പ്രഷറും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. അല്ല കൃഷ്ണേ, മറിക്ക് ഹൈവേ വഴിയാണ് പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് പ്രഷറെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നത് നല്ലതായിരിക്കും. 32-15 കൊടുത്തേക്കാം. നമ്മളെപ്പോഴും യാത്ര പോകുമ്പം കൊണ്ടു നടക്കുന്ന സാധനമാണ് കേട്ടോ. അതിനകത്ത് തന്നെ ഇൻവേർട്ടറും എല്ലാം ഉള്ളതാണ്. പ്രഷർ ചെക്ക് ചെയ്യാം, ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് ഡിജിറ്റലായിട്ട് തന്നെ ചെക്ക് ചെയ്യാം. എത്ര നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് എത്രയാണോ അത് അതിൻ്റെ ടയറിൻ്റെ 35 വെച്ചേക്കുന്നതാകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നിന്നു. അപ്പോൾ കൂടുതലാവുമെന്നും പേടിക്കണ്ട. കൃഷ്ണ ഇറങ്ങടാ. ഇപ്പോൾ കണ്ടില്ല ഓട്ടോമാറ്റിക്കായിട്ട് നിന്ന് പോയത്. അപ്പോൾ 35 ആയി. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര മിനിറ്റ് ഡ്രൈവ് ഉണ്ട്? നമ്മളിവിടുന്ന് 35 മിനിറ്റ് ഡ്രൈവ് ഉണ്ട് കേട്ടോ. 35 മിനിറ്റ്. അപ്പം നമ്മൾ രാവിലെ ഒന്നും കഴിച്ചില്ല, എല്ലാം കഴിച്ചേക്കാന്ന് പോയെന്ന് വെച്ചു. അപ്പം ഇവിടുന്ന് കുറച്ച് ഡ്രൈവ് ഉണ്ട്. ഞങ്ങൾ രാവിലെ എണീറ്റ് ഒന്നും കഴിച്ചില്ല. ഇതിലൊന്ന് മേടിച്ച് കഴിച്ചേക്കാന്ന് വെച്ചു. ഇപ്പി ഹാഷ് ബ്രൗൺ മേടിച്ചിട്ടുണ്ട്. സാൻഡ്വിച്ച് സ്നേഹമുള്ളവനാ കേട്ടോ, സ്നേഹമുള്ള അച്ഛൻ്റെ പകുതി കൊടുത്തു. അതാ അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു. ഇനി നമ്മൾ യാത്ര തുടരുകയാണ്. ഓക്കെ, വേറൊരു സന്തോഷമുള്ള കാര്യമുണ്ട്. ഞങ്ങൾ സംസാരിക്കുന്ന ഭാഷ രീതി കൊണ്ട് നമ്മളെ മനസ്സിലാക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ സംസാര രീതി കേട്ടോ, ഞങ്ങളുടെ നാട്ടിലുള്ള ബെച്ചുച്ചിറ എന്ന് പറയുന്ന സ്ഥലം ഞങ്ങളുടെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. അവിടുന്ന് വിളിച്ച് അവർ ബോംബെയിലാണ്. പുള്ളിക്കാരുടെ പേര് ആലീസ്, പിന്നെ ഭർത്താവ് ആന്റണി വർഗീസ്, പിന്നെ അവരുടെ മോന് അഷ്ലിൻ. അവർക്കൊക്കെ വളരെ സന്തോഷം. നമ്മുടെ ഭാഷ കൊണ്ട് നമ്മൾ ആൾക്കാരെ മനസ്സിലാക്കുന്ന, അവർക്ക് നമ്മളെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ പുള്ളിക്കാരുടെ മോനുണ്ട് ന്യൂജേഴ്സിയിലുള്ള അഭിലാഷ് എന്നാണ് പേര്. പിന്നെ അവരുടെ പുള്ളിക്കാരൻ്റെ വൈഫ് സോജു, പിന്നെ ആന്റണി, പിന്നെ അന്ന. അവർക്കെല്ലാം ഞങ്ങളുടെ ഒരു ഹായ്. ഓക്കെ, നമ്മളെ തിരിച്ചറിയുന്നതിൽ വളരെ സന്തോഷം. നമ്മുടെ ഭാഷ ഉണ്ട്. നമ്മൾ ഏകദേശം ഇങ്ങ് വന്നു കേട്ടോ. നമ്മളിപ്പം അങ്ങോട്ട് കയറാൻ ഇറങ്ങുവാണ്. സൈഡിലൊക്കെ ബീച്ചും കാര്യങ്ങളൊക്കെ നല്ല ബീച്ചാണല്ലോ ജി അല്ലേ? ആൾക്കാർക്ക് സൈക്കിളിലൊക്കെ പോകുന്നു. അപ്പൊ നമ്മൾ കയറാൻ പോവാണ് അങ്ങോട്ട്. നമ്മള് മയാമി സീക്കോറിയ വന്നിട്ടുണ്ട് കേട്ടോ. ആണ് മയാമി സീക്കോറിയ ഉണ്ടല്ലേ? ഇപ്പോൾ ഇവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് പൈസ കൊടുക്കണം എന്ന് തോന്നുന്നു. എത്ര ലിജി? $10 ഫോർ പാർക്കിംഗ്. ആക്ച്വലി നമ്മൾ ടിക്കറ്റ് എല്ലാം കൂടെ $100 വശം കൊടുത്തു. $100 കൊടുത്തു. ഇതിന് $10 പാർക്കിംഗ്. അപ്പോൾ സമാനപരമായിട്ട് ഇഷ്ടംപോലെ പാർക്കിംഗ് ഉണ്ട്. വലിയ തിരക്കില്ലെന്ന് തോന്നുന്നു അല്ലേ? ഇഷ്ടം
ഇഷ്ടംപോലെ പാർക്കില്ല കിടക്കുന്നത്. എൻ്റെ മരത്തിൻ്റെ മൂട്ടിൽ എവിടെ നല്ല മരത്തിൻ്റെ മൂട്ടിൽ തന്നെ എനിക്ക് മരം കാണുമ്പോൾ അങ്ങനെയുള്ള സന്തോഷം വരുന്നത് എവിടെ ഇഷ്ടം. അപ്പോൾ നമ്മൾ സംഭവ സ്ഥലത്ത് വന്നിട്ടുണ്ട്, യോഗ സ്ഥലത്ത് വന്നിട്ടുണ്ട്. അമ്മ എന്ത് ചെയ്യുന്ന ചോദിക്കല്ല, ആൾക്കാർ ചോദിക്കാൻ സാധ്യത. അമ്മ പോട്ടെ ധ്യാനത്തിന് പോയേക്കുവാണ് അല്ലേ അച്ഛാ? അമ്മയെ പോട്ടേക്ക് വിട്ടേക്കാണ് കേട്ടോ. ചുമ്മാ അമ്മ ബ്രദറിൻ്റെ അടുക്കലാണ്. ഓക്കെ, വെള്ളത്തിൽ ഇറങ്ങില്ല. അപ്പോൾ ലിജിമോള് രാവിലെ നല്ല പച്ച ഉടുപ്പൊക്കെ ഇട്ടാണ് ഇറങ്ങിയേക്കുന്നത്. ലിജിയെ രാജകുമാരിയെ പോലെ ഉണ്ടല്ലോ ഇപ്പോൾ കാണാനേ, ഒരു പരട്ട രാജകുമാരി. ഇവിടെ എൻട്രൻസ് ആണ് കേട്ടോ, എൻട്രൻസ്. ആ കാണുന്ന ടിക്കറ്റ് കൗണ്ടറാണ്. പക്ഷേ നമ്മൾ ഓൾറെഡി ഓൺലൈനിലാണ് ടിക്കറ്റ് എടുത്തേക്കുന്നത്. ടിക്കറ്റ് നമ്മൾ ഓൾറെഡി പ്രിൻ്റ് ഔട്ട് എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കാണിച്ചിട്ട് കയറി പോകണം. ഓക്കെ, അതാണ് എൻട്രൻസ്. ചെക്കിങ്. താങ്ക് യു സോ മച്ച്. നമ്മുടെ ഇവിടെ വരുമ്പോൾ നമുക്കൊരു ഫോട്ടോ ഒക്കെ എടുത്ത് തരും കേട്ടോ അല്ലേ ഒരാളെ. പുള്ളിക്കാരൻ നമ്മുടെ ഫോട്ടോ ഒക്കെ എടുത്ത് തരും ഇവിടുന്ന് അടിപൊളിയായിട്ട്. ഇവിടെ നേരത്തെ ഓക്കെ അവർ നമ്മുടെ ഇടുപോലെ ഫോട്ടോ ഒക്കെ എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ 12:20 കില്ലർ വെയിലിൻ്റെ ഷോ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ 4:30 ഉള്ളൂ. നമ്മളിപ്പോൾ 11:40 നമുക്ക് ആ ഷോയ്ക്ക് കയറണം. ഇവിടെ അടിപൊളി ഫ്ലെമിംഗോ നിൽപ്പുണ്ട് കേട്ടോ. ഇത്ര സാധനത്തിന് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് പറയണം കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ, ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഫ്ലെമിംഗോ അല്ലേടി, ഇതാണ് ഫ്ലെമിംഗോ കേട്ടോ. അവിടെ ഒത്തിരി നിൽപ്പാണ് കേട്ടോ. നല്ല നിറമല്ലേ, നല്ല രസം. ഫ്ലമിംഗോ ഭയങ്കര സോഷ്യലാണെന്ന് പറയുന്നത് കണ്ടോ, അടിപൊളി. ശരി, നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് പോവാണ്. ഇവിടെ ഒത്തിരി അക്വേറിയമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ സൈഡിലെല്ലാം അക്വേറിയമാണ്. നമ്മൾ ആക്ച്വലി ഇതിനകത്താണ് കില്ലർ വെയിലിൻ്റെ ഷോ നടക്കുന്നത്. നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറാൻ പോവാണ് കേട്ടോ. ഇത് ഫിഷ് ടാങ്കിൻ്റെ അടിവശമാണ് കേട്ടോ. ഒരുത്തം ഫിഷിന് അതിൻ്റെ തീറ്റ കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടെ കണ്ടോ. അതിൻ്റെ അടിവശം ഉണ്ടോ. ഫിഷിനെല്ലാം തീറ്റ ഇട്ട് കൊടുക്കുവാണ് അതിൻ്റെ അടിയിൽ. അതുകൊണ്ട് അവൻ്റെ അടുത്ത് റീല് പോകുന്നുണ്ട് കേട്ടോ. എന്നാ പുള്ളി കല്ലിൻ്റെ ഇടയ്ക്കൂടെ എല്ലാം കയറി ഇടുക കേട്ടോ. മറ്റേ ഓക്സിജൻ മാസ്ക് പുള്ളിയോട് പറയൂ. അവൻ്റെ അതേ പോയി കടിക്കുന്നുണ്ട്. പുള്ളി കല്ലിൻ്റെ അത്ര കയറി പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിലെല്ലാം പോയാ തീറ്റി കൊടുക്കുന്നുണ്ടോ. മുങ്ങിപ്പോയാണ് തീറ്റി കൊടുക്കുന്നത് അതിൻ്റെ അടിയിലെല്ലാം കേട്ടോ. മീൻ്റെ ടാങ്കിൻ്റെ അടിയിൽ. പുള്ളിക്കാരൻ വെള്ളത്തിനടിയിലാണ് കേട്ടോ. മാറ്റ മാസ്ക് വെച്ചാ കണ്ടില്ലേ. കണ്ടോ, ലോബ്സ്റ്റർ അങ്ങനെ സാധനം എല്ലാം പുള്ളി എടുക്കല വന്നാ കഴിക്കുന്നത്. അടിപൊളി മുറ്റ സംഭവം കേട്ടോ. ഇഷ്ടപ്പെട്ടോ? ആമച്ചാര് പോകുന്നുണ്ടോ? അപ്പോൾ ഇപ്പോൾ സമയം 12:02 കേട്ടോ. ആൾക്കാരെല്ലാം വെയിറ്റ് ചെയ്യുന്നുണ്ട് അവിടെ ആ ഷോയ്ക്ക് കയറാൻ വേണ്ടി കേട്ടോ. അപ്പോൾ നമുക്കും 12:20 കയറണം. അല്ലെങ്കിൽ ഇനി 4:30 ഉള്ളൂ അടുത്ത ഷോ, കില്ലർ വെയിലിൻ്റെ. അതാണ് ഷോ നടക്കുന്ന സ്റ്റേഡിയം അതിൻ്റെ അവിടെ. ഓക്കെ, ഷോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ.
അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ. അവിടെയാണ് അവന് മീൻ തീറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ അവളിപ്പോൾ ഇവിടെ കയറിയിരിക്കുകയാണ് കേട്ടോ. ഇത്രയും പൊക്കത്തിൽ നിന്നാണ് കാണുന്നത് അങ്ങോട്ടോ കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഏറ്റവും താഴെ പോയിരിക്കാം. പക്ഷേ ഒരു കാര്യം എന്നറിയോ, ഈ ഡോൾഫിൻ വന്നിട്ട് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ വെള്ളം തെറിപ്പിക്കും. കില്ലർ വെയിൽ സോറി, അപ്പം നമ്മുടെ ദേഹത്തെല്ലാം വെള്ളം വീഴും. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അതിന് അവരാദ്യം എന്നെ സന്തോഷിക്കാൻ വേണ്ടി കുറച്ച് തീറ്റയൊക്കെ ഇട്ട് കൊടുക്കും. ആ കില്ലർ വെയിൽ കണ്ടില്ല, അതിന് തീറ്റയാണ് മത്തിയാണ് ഇട്ട് കൊടുക്കുന്നത്. പടുകൂറ്റ സാധനം കിടക്കുന്നുണ്ടോ കണ്ടോ. Por los Centros para el Control y la Prevención de Enfermedades. അടിപൊളി. ഡോൾഫിൻ ഡാൻസ് കളിക്കുന്നുണ്ട് അവിടെ നിന്ന്. Noise and overcrowding from boat traffic, as well as the scarce supply of their preferred food, salmon, Colombia. These waters are highly urbanized areas with significant vessel traffic from container ships, ferries, tugboats, and fishing vessels. And of course, falls. Now please listen as Lolita demonstrates some of the vocal abilities of the orca. അലച്ചാണ് കേട്ടോ. ശബ്ദം കേട്ടാന്ന് പറയാം. കില്ലർ വെയിൽ അലച്ചാണ് കേട്ടോ. വെള്ളം തെറിപ്പീരാണ് ആൾക്കാരുടെ അകത്ത് കേട്ടോ. Everybody,
അപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് നമ്മളിനി അടുത്ത സംഭവ സ്ഥലത്തേക്ക് നീങ്ങുവാണ് കേട്ടോ. നമ്മളിതിൻ്റെ മണ്ടയ്ക്ക് അവിടെ നിന്ന് നടന്ന് വേറൊരു സ്ഥലത്തോട്ട് വന്നു കേട്ടോ. അവിടെ നിന്ന് നമ്മൾ എഴുതിയ ഷോ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു. ഇതിനകത്ത് കിടക്കുന്നത് എന്നാ വെച്ചാൽ അതിനകത്ത് മാനിറ്റി കിടപ്പുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതുണ്ടോ? ഇതാണ് മാനിറ്റി കേട്ടോ. കടലാമയല്ല ഇത് പ്രസവിക്കുന്നതല്ലേ ചാ? മീനല്ല ആണോ? സസ്തിനിയാ അല്ലേ? മുല കിട്ടി വളർത്തുന്നതല്ലേ ചാ അല്ലേ? അതും അതിൻ്റെ അച്ഛാ അതും അതിൻ്റെ കുഞ്ഞുങ്ങൾ വന്നു കേട്ടോ, അതിൻ്റെ അടിയിൽ നിൽക്കുന്നത് എന്തോ. ചാ പൊളപ്പനാല് അവിടെ മരത്തിന് കൂട്ടി ഇത് വിശ്രമിക്കാം. അടിപൊളി സെറ്റപ്പ്. പെൻകിനോ? Thank you for visiting Discovery Key at the Miami Seaquarium. ഇതാ ഡിസ്കവറി കീ. We hope you enjoyed this glimpse ഇത് കടലാ ഇനി അവിടോട്ട് കേട്ടോ. habitat that comprises the നമ്മളതിൻ്റെ ബാക്കിലോട്ട് വന്നു. അവിടെ കടലാവിനി. Thank you for visiting the Miami Sea. By each person to keep each other safe. It is everyone's responsibility to follow the guidelines, 6 feet in proper parties, and wear face-appropriate coverings. Thank you for your cooperation. ഇപ്പം അതിൻ്റെ ബാക്ക് വശമാണ് ചെറിയൊരു ഐലൻഡ് പോലെ ഉണ്ടാക്കിയിട്ടേക്കണം കണ്ടോ. ഡിസ്കവറി കീ എന്നും കണ്ട് ചുമ്മാ ഒരു പേര് ഇട്ടിട്ടുണ്ട്. ബാക്കിൽ കടലാണ്. ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ. നല്ല കണ്ടൽക്കാടും നല്ല മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല രസമുണ്ട്. ഇപ്പോൾ നമ്മൾ വേറൊരു ഭാഗത്ത് വന്നിട്ടുണ്ട്, വേറൊരു കുളത്തിനോട് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഡോൾഫിൻ്റെ ഷോ ഉണ്ട്. ഡോൾഫിൻ ഇതുവഴി നടപ്പുണ്ട് കേട്ടോ. ഇതേ പോകുന്ന വെള്ളത്തിൽ കൂടെ ഉണ്ടോ. അപ്പോൾ ഇത് ഇപ്പം സമയം 1:30 1:40 തുടങ്ങും. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇതുകൂടെ കാണാം. ഡോൾഫിനും അതിൻ്റെ കുഞ്ഞും ഉണ്ട് കണ്ടോ, രണ്ടും കൂടെ നടക്കുക. Top Deck Dolphin Nursery. Now we are very, very excited to be sharing this very special time with you guys. ഡോൾഫിൻ്റെ ഷോ ഉണ്ട് ഇവിടെ. ഡോൾഫിൻ്റെ കേട്ടോ. You might notice the new hanging out with us. So let's go ahead and meet the Top Deck Dolphins. Now over on my right hand side, working with Lauren, you have the calf's mother and content from. Now because that's where all those fats, calories, and oils are going to come from, making it a very well-rounded diet for these guys. Now, a really popular question is, how much food do these guys eat every single day? And the real answer is, as much as they would like, honestly. Now, they are able to use that peduncle to move those tail flukes in an up and down motion, allowing them to jump up to 15 feet. Pectoral fins of them. Those do have bones, so it's very similar to corn. About an hour and a half later, ഡോൾഫിൻ പണി തന്നേ. ദേഹത്ത് മൊത്തം വെള്ളം ഒഴിച്ച് വാല് കൊണ്ടടിച്ച്. are very unique in the fact that they are born fluke first. They can have some fun and enriching things inside their environment. Now they don't always find. There's a great example. One last reminder, guys, please wear those masks up over your mouth and nose for the entirety of your visit here today at Miami Seaquarium. And I hope you guys have a great rest of your Sunday right here at Miami Seaquarium. Bye guys, happy holidays. അപ്പോൾ ഇവിടുത്തെ ഷോ കഴിഞ്ഞ് നമ്മൾ പോയേക്കുവാണ്. ഇവിടെ കഴിഞ്ഞ് നമ്മളെ കില്ലർ വെയിലിൻ്റെ ഷോ കണ്ടില്ലേ? അവിടെ ഒരു സാഡ് കഴിഞ്ഞ വർഷം കണ്ട കില്ലർ വെയിലും കണ്ട ഒരാളെ ട്രെയിൻ ചെയ്ത ഒരാളെ അല്ലേ അച്ഛാ ഒരാളെ കൊന്നെന്നാണ് പറഞ്ഞേട്ടോ. കഴിഞ്ഞ വർഷം കണ്ടു കേട്ടോ. ഇപ്പോൾ ഷോ കഴിഞ്ഞ് ഇപ്പം വലിയ കഴിഞ്ഞ വർഷമൊക്കെ വന്ന് പിന്നെക്കാട്ടും നല്ല പ്രോഗ്രാമായിരുന്നു. ഇപ്പം അത്രയും എഫക്റ്റീവായിട്ട് തോന്നുന്നില്ല. അപ്പം ബിയർ തപ്പി നടക്കുക. ബട്ട് ലൈറ്റ് നാരങ്ങ വെള്ളത്തിൻ്റെ ബിയർ. അച്ഛാ ബിയർ കട അത് ക്ലോസ് ആണോ? അത് ഓ അല്ല കൊറോണയാണ് ക്ലോസ് ആവാ തായിക്കുന്നല്ലേ. ശരി, ഇതിൻ്റെ സൈഡിലോട്ട് കടലിൻ്റെ ഭാഗമാണ് പിന്നെ കേട്ടോ. പക്ഷെ നമ്മൾ തിരിച്ചു പോവാണ്. ഇപ്പം നമ്മുടെ ഫോട്ടോ എടുത്തായിരുന്നു. അതിനി ഫോട്ടോ മേടിക്കണം എവിടെ നിന്ന്. ഇവൻ്റെ നിന്നാണ് ഫോട്ടോ മേടിക്കുക. Who gonna give us the photo? How many people? No, already took it when we came in. Earlier? Yeah. നമ്മൾ വന്നപ്പോൾ നമ്മുടെ ഫോട്ടോ എടുത്തായിരുന്നു. അവരെല്ലാം ഫോട്ടോ ആണ് വെച്ചേക്കുന്നത്. നമ്മുടെ ഫോട്ടോ ഇനി തരണം അവർ.
എത്ര രൂപയാണ്? How much is for the photo? The book is $35. Just the pictures with the online access code is $25. അപ്പം നമ്മൾ ഇന്ന് ഇവിടുത്തെ മയാമി സീക്കോറിയത്തിൽ നിന്ന് ഇറങ്ങി ഭയങ്കര ചൂടായിരുന്നു. അപ്പം നമ്മൾ പോയി ഇറങ്ങുവാണ്. ഇപ്പം നമ്മളിവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പോവാണ്. പിന്നെ നമ്മളിപ്പോൾ അടുത്തൊരു സീ ഫുഡ് റെസ്റ്റോറൻറ്റ് ഉണ്ട്. നമ്മൾ അവിടോട്ട് പോവാണ്. നമ്മൾ കുറേ സീ ഫുഡുകൾ നമുക്ക് ട്രൈ ചെയ്യാം. അപ്പം എന്താണ് പിന്നെ ഗിഫ്റ്റിന് കുറേ മീനും അതും ഇതുമൊക്കെ അങ്ങനത്തെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് ഗിഫ്റ്റിന് ഇഷ്ടപ്പെട്ടത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷം. ഞങ്ങൾ പിന്നെ ബീച്ച് സൈഡാണ്. ഇപ്പോൾ അവിടെ നല്ല റെസ്റ്റോറൻറ്റുകൾ കാണും. ഞങ്ങൾ പോയി കഴിക്കാൻ നോക്കട്ടെ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും അതുവരെ ഓക്കെ, ബൈ. വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു.